നമസ്കാരം. ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ആദ്യം. ജമ്മു കാശ്മീരിൽ കിഷ്ത്വാറിൽ ഭീകരരും സൈന്യവും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടൽ. 2 സൈനികർക്ക് വീരമൃത്യു. പ്രദേശത്ത് കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേർന്നു. ബൽറാം, ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണോ? വിവരങ്ങൾ. പ്രവിധ, പ്രദേശത്ത് തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഈ മേഖലയിൽ കിഷ്ത്വാർ വനമേഖലയോട് ചേർന്ന് ഭീകരവാദികളുടെ സാന്നിധ്യമുണ്ട് എന്ന് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തെരച്ചിൽ ആരംഭിച്ചത്. അതിനിടെയാണ് ഭീകരവാദികൾ വെടിയുതിർത്തത്. തുടർന്ന് ഏറ്റുമുട്ടലുണ്ടായി. ഈ ഏറ്റുമുട്ടലിലാണ് 4 സൈനികർക്ക് പരിക്കേറ്റു. അതിൽ 2 സൈനികരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവർ വീരമൃത്യു വരിക്കുകയായിരുന്നു. നായിബ് സുബേദാർ വിപൻ കുമാർ, സെപ്പോയ് അരവിന്ദ് സിംഗ് എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. മറ്റ് 2 പേർക്ക് പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിലാണ്. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ പ്രദേശത്തേക്ക് കൂടുതൽ സൈന്യത്തെ എത്തിച്ചിട്ടുണ്ട്. ഭീകരവാദികളുടെ ഒളിത്താവളം എന്ന് സംശയിക്കുന്ന ഇടം പൂർണ്ണമായും സൈന്യം വളഞ്ഞിരിക്കുന്നു. മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ ജമ്മു കശ്മീരിൽ വീണ്ടും ബാരാമുള്ളയിലും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുകയാണ്. ബാരാമുള്ളയിലെ ഏറ്റുമുട്ടൽ ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. സമാനമായി തന്നെ ഭീകരവാദി സാന്നിധ്യം എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേന തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഈ പ്രദേശത്തേക്കും കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഭീകരവാദികൾ ആക്രമണം നടത്താൻ പദ്ധതി ഇടുന്നതായുള്ള രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തിയിലും സംസ്ഥാനത്തും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായുള്ള തിരച്ചിലാണ് പലയിടങ്ങളിലും നടക്കുന്നത്. സമാനമായ തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ജമ്മു കശ്മീരിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജമ്മു കശ്മീരിലെ 2 ഇടങ്ങളിലാണ് ഒരേ സമയം ഏറ്റുമുട്ടൽ ഉള്ളതായുള്ള റിപ്പോർട്ട് സൈന്യം നൽകുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികൾക്ക് തൊഴിൽ വിസയിലേക്ക് മാറുന്നതിനുള്ള അവസരം 55,000 പേർ പ്രയോജനപ്പെടുത്തി. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് യൂസഫ് അൽ ഫഹദിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ ജൂലൈ 14 മുതൽ സെപ്റ്റംബർ 12 വരെയാണ് ആനുകൂല്യം പ്രഖ്യാപിച്ചത്. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ആനുകൂല്യത്തിനായി അപേക്ഷിച്ചത്. നിലവിൽ രാജ്യം നേരിടുന്ന തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. കുവൈറ്റിലെ ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യ കുവൈറ്റ് ബയർ സെല്ലർ മീറ്റ് സംഘടിപ്പിച്ചു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദർശ് സ്വൈഗ മുഖ്യാതിഥിയായി. കുവൈറ്റിലെ ഫുഡ് ആഗ്രോ മേഖലയിൽ നിന്നുള്ള നിരവധി പേർ പങ്കെടുത്തു. IBPC വൈസ് ചെയർമാൻ കൈസർ ടി ഷാക്കിർ, ജോയിന്റ് സെക്രട്ടറി KP സുരേഷ്, ട്രഷറർ സുനിത് അറോറ എന്നിവർ പരിപാടി നിയന്ത്രിച്ചു. റിയാദ് സീസൺ പരിപാടികളുടെ ഭാഗമായി ജിദ്ദയിൽ നിന്ന് റോഡ് മാർഗം കൊണ്ടുപോകുന്ന സൗദി എയർലൈൻസ് വിമാനങ്ങൾക്ക് വഴിയോരങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം. കഴിഞ്ഞയാഴ്ച ജിദ്ദയിൽ നിന്ന് പുറപ്പെട്ട വിമാനങ്ങൾ അടുത്തയാഴ്ചയോടെ റിയാദിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 64 മീറ്റർ നീളവും 6.2 മീറ്റർ വീതിയും 6 മീറ്ററിലേറെ ഉയരവുമുള്ള സൗദി എയർലൈൻസിന്റെ കാലഹരണപ്പെട്ട 3 വിമാനങ്ങളാണ് ജിദ്ദയിൽ നിന്നും ട്രക്ക് വഴി റിയാദിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഇത്തവണത്തെ റിയാദ് സീസൺ ആഘോഷത്തിൻ്റെ ഭാഗമായി സജ്ജീകരിക്കുന്ന ബോളിവുഡ് റൺവേയിലാണ് ഈ വിമാനങ്ങൾ ഉപയോഗിക്കുക. വിമാനങ്ങളുടെ ഉൾഭാഗങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളും റെസ്റ്റോറൻറ്റുകളുമാക്കി പരിവർത്തിപ്പിക്കാനാണ് പദ്ധതി. 2 ദിവസം മുമ്പ് ജിദ്ദയിൽ നിന്നും പുറപ്പെട്ട വിമാനങ്ങൾക്ക് വഴിയോരങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിമാനങ്ങൾ കാണുവാനും സെൽഫി എടുക്കാനുമായി മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്നത്. ട്രക്കിലെ ജീവനക്കാരെയും സംഘാടകരെയും പരമ്പരാഗത രീതിയിൽ ആനയിച്ചുകൊണ്ട് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ നൽകിയാണ് ഓരോ പ്രദേശവാസികളും ഇവരെ യാത്രയക്കുന്നത്. റോഡിലൂടെ സഞ്ചരിക്കുന്ന വിമാനങ്ങളുടെ ഏറ്റവും മികച്ച ഫോട്ടോയും വീഡിയോയും ചിത്രീകരിക്കുന്നവർക്ക് ആഡംബര കാർ സമ്മാനമായി നൽകുമെന്ന് ജനറൽ എൻ്റർടൈൻമെൻറ്റ് അതോറിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇവയുടെ ഫോട്ടോകളും വീഡിയോകളും പകർത്തുന്നതിന് ആബാലവൃദ്ധം ജനങ്ങൾ മത്സരിക്കുന്ന കാഴ്ചകളാണ് എങ്ങും. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ട്രക്ക് മാർഗം ഇവ റിയാദിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു വിമാനം റിയാദിൽ എത്തിക്കുന്നതിന് 4 ലക്ഷം മുതൽ 6 ലക്ഷം റിയാൽ വരെ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. കുന്നുകളും മലകളും നിറഞ്ഞ ദുഷ്കരമായ പാതകൾ പിന്നിട്ട് അടുത്ത വാരാന്ത്യത്തോടെ വിമാനങ്ങൾ റിയാദിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്.
പ്രവാസികളുടെ ഓണം മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. കേരളത്തെക്കാൾ ഉത്സാഹത്തോടെ മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് പ്രവാസ ലോകത്താണെന്ന് പറയാം. യുഎയിലെ ഓണാഘോഷങ്ങളിൽ സ്ഥിരം സാന്നിധ്യമായ ഒരു മാവേലിയെ ഇനി പരിചയപ്പെടാം. ഓണം അതിന് ശരിക്കുള്ള തനിമയിൽ ആഘോഷിക്കുന്നത് പ്രവാസ ലോകത്താണെന്ന് പറയാറുണ്ട്. ഇവിടെ അത്തം തുടങ്ങിയാൽ പിന്നെ 6 മാസക്കാലം ഓണാഘോഷങ്ങളുടെ മേളമാണ്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുമൊക്കെ തകൃതിയായ ഓണാഘോഷമാണ് നടക്കാറുള്ളത്. ഇപ്പോൾ ഓണം എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഓണാഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ കാഴ്ചയും നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെയുള്ള ഓണാഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളെ കാണാനാണ്. ഒരു വ്യത്യസ്തനായ മാവേലി. സാധാരണ മാവേലിയെ പോലെ കുടവയറുള്ള ഒരു മാവേലിയല്ല ഇവിടെയുള്ളത്. വളരെ വ്യത്യസ്തനാണ് ആള്. കാണിച്ചു തരാം. നമസ്കാരം. മാവേലി എന്താ ഈ വേഷത്തിൽ? ഈ മാവേലിയുടെ വിശേഷങ്ങളിലേക്കാണ് കടക്കുന്നത്. ഇത് കണ്ണൂർ സ്വദേശി ലിജിത്ത്. അജ്മാനിൽ ഒരു കമ്പനിയിലെ ജോലിക്കാരനാണ്. പക്ഷേ ഓണക്കാലമായാൽ ലിജിത്ത് പ്രവാസികളുടെ സ്വന്തം മാവേലിയാകും. ദാ ഇങ്ങനെ. തെയ്യം, തിറ തുടങ്ങി കേരളത്തിന്റെ അനുഷ്ഠാന കലകളെ പ്രവാസ ലോകത്തെത്തിച്ച് വേദികളിൽ സജീവമായിരുന്ന ലിജിത്ത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് യാദൃച്ഛികമായാണ് മാവേലിയുടെ വേഷമണിഞ്ഞത്. പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് എവിടെ ഓണാഘോഷമുണ്ടെങ്കിലും ലിജിത്ത് മാവേലി റെഡി. തെയ്യം, പിന്നെ അതുപോലെ ചെണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു 4 വർഷം മുമ്പേ ഇങ്ങനെ ഒരു ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ അതാണ് കുറച്ച് നല്ലത് തോന്നി. കുറേ ആൾക്കാരുടെ അഭിപ്രായം അങ്ങനെയാണ് ഇതിലേക്ക് ഇറങ്ങിയത്. അവർക്ക് ഇത് കാണുമ്പോൾ ഇതെല്ലാം ഈ നമ്മളെ ആഭരണങ്ങളും ഇതെല്ലാം ചില ആൾക്കാർ തൊട്ട് നോക്കും. ഒട്ടുമിക്കും നമ്മളെ മലയാളികൾക്ക് അറിയാൻ പറ്റും. മലയാളി അല്ലാത്ത കുറേ നമ്മൾ ഇവിടുത്തെ രാജ്യക്കാർ UAE ദുബായിലെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഗോൾഡാണോ, ഇത് അതാണോ ഇതാണോ എന്നെല്ലാം ചോദിച്ച് തൊട്ട് നോക്കും. നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും. പിന്നെ കുട്ടികൾക്കെല്ലാം പ്രത്യേകിച്ചിട്ട് ഭയങ്കര ഒരു കൗതുകമാണ് വന്ന് ഫോട്ടോ എടുക്കാനും. അതെല്ലാം നല്ല, അവരും നല്ല സന്തോഷിക്കും, നമ്മളും അതുപോലെ. മാവേലിയാകാനുള്ള വസ്ത്രങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്നും എത്തിക്കാറാണ് പതിവ്. ഇതിനോടകം 1000-ഓളം ഓണാഘോഷ പരിപാടികളിൽ പ്രവാസികളുടെ സ്വന്തം മാവേലിയായി എത്തിയത് ലിജിത്താണ്. കാണുന്നവർ കൗതുകത്തോടെ അടുത്തെത്തി കുശലം ചോദിക്കുന്നതും ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുക്കുന്നതുമെല്ലാം ആസ്വദിച്ചാണ് ഓരോ വേദികളിൽ നിന്നും മടങ്ങാറുള്ളതെന്നും അതാണ് തന്റെ വലിയ സന്തോഷമെന്നും ലിജിത്ത് മാവേലി പറയുന്നു. ഈ കോസ്റ്റ്യൂം ഒന്ന് മാറിയിട്ട് പുറത്തിറങ്ങുമ്പോൾ ഈ കൊമ്പമീശ കാണുമ്പോൾ ആളുകൾ എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ചോദിക്കാറുണ്ട്. കൊമ്പമീശ കാണുമ്പോൾ ചോദിക്കും ഇത് ഒറിജിനൽ ആണോ. ചില ആൾ ഇങ്ങനെ നുള്ളി നോക്കും, ചില ആൾ പിച്ച് നോക്കും, എല്ലാം നോക്കും. അപ്പം എന്താ പറയാറ്? അപ്പോൾ ഒറിജിനൽ ആണെന്ന് പറയും. പിന്നെ ബാക്കിയുള്ള സമയത്തെല്ലാം മാസ്കിലാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ല. ഡിസംബർ കഴിഞ്ഞാൽ ഇവിടെ ഓണം അവസാനിക്കുമല്ലോ UAEയിൽ. അതുപോലെ ഡിസംബർ ആകുമ്പോൾ തന്നെ അടുത്ത വർഷത്തേക്കുള്ള ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങും. തീർച്ചയായും ഇനി ഡിസംബർ വരെ ഈ മാവേലി തിരക്കിലാണ്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. കാവാലം സംസ്കൃതിയുടെ 3ാമത് അവനവൻ കടമ്പ പുരസ്കാരം മോഹിനിയാട്ടം നർത്തകിയും അഭിനേത്രിയുമായ മേതൽ ദേവികയ്ക്ക് സമ്മാനിക്കും. നാട്യാചാര്യൻ കാവാലം നാരായണ പണിക്കരുടെ സ്മരണാർത്ഥമാണ് അവാർഡ് നൽകുന്നത്. ഈ മാസം 28-ന് തിരുവനന്തപുരം വെള്ളിയമ്പലത്ത് നടക്കുന്ന ചടങ്ങിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ അവാർഡ് നൽകും. കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ കടത്തുന്ന സ്വർണം ഇപ്പോഴും പിടികൂടുന്നത് മുൻ SPS സുജിത് ദാസ് നിയോഗിച്ച ഡാൻസ് ഓഫ് സംഘം എന്ന പിടിപ്പെടുത്തൽ. പഴയ ഡാൻസ് ഓഫ് പ്രവർത്തനം തുടരുന്നിടത്തോളം കാലം പോലീസിന് സ്വർണം അടിച്ചു മാറ്റാൻ കഴിയുമെന്നും സ്വർണ്ണക്കടത്ത് കേസ് പ്രതി 24-നോട് പറഞ്ഞു. 24 ബിഗ് ബ്രേക്കിംഗ്. കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് പോലീസ് പിടികൂടുന്ന സ്വർണം മുൻ SP സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ അടിച്ചുമാറ്റുന്നു എന്നാണ് PV അൻവർ MLAയുടെ ആരോപണം. സുജിത് ദാസ് മലപ്പുറത്ത് നിന്ന് ട്രാൻസ്ഫറായി പോയതിനു ശേഷവും ഡാൻസ് ഓഫിന്റെ സഹായത്തോടെ ഇത് നിയന്ത്രിച്ചുവെന്നുമാണ് ആരോപണം. ഇത് ശരിവെക്കുകയാണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രതി. ഡാൻസ് ഓഫ് അംഗങ്ങളും ഈ പോലീസ് എയ്ഡ് പോസ്റ്റും ഇവരുടെ ഈ കരിപ്പൂരിൽ സ്വർണം പുറത്തു വെച്ചുള്ള പിടിക്കുന്നതിന് ആ നടപടിക്രമങ്ങളും അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. വീണ്ടും ഇതുപോലെ പിടിക്കാനും ഇതുപോലെ വീണ്ടും അവർക്ക് കോടതിയുടെ നിർദ്ദേശമില്ലാതെ കൊണ്ടുപോയി ഒരുക്കാനും ഇതുപോലെ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്യാനും വേണമെങ്കിൽ ഒരു പരിധിവരെ അവർക്ക് കഴിയും. DYSPമാർ ഉൾപ്പെടെയുള്ളവരെ മാറ്റിയാലും സുജിത് ദാസ് നിയോഗിച്ച ഡാൻസ് ഓഫ് ടീം തുടരുവോളം
സ്വർണം അടിച്ചു മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. ഈ SP മുതൽ DYSP അടക്കമുള്ളവരെ മാറ്റിയാലും പോലീസ് എയ്ഡ് പോസ്റ്റും ഈ SP-യുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘങ്ങളും അതേപടി തന്നെ തുടരുന്ന സ്ഥിതിക്ക് ഇനിയും അവർക്ക് അതിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. സുജിത് ദാസ് മലപ്പുറം SP ആയിരിക്കെ 150 കിലോയോളം സ്വർണമാണ് വിമാനത്താവളത്തിന് പുറത്ത് പോലീസ് പിടികൂടിയത്. PV അൻവർ MLA-യുടെ പരാതി അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം കരിപ്പൂരിലെ സ്വർണ്ണക്കടത്തും അന്വേഷിക്കുന്നുണ്ട്. സമീർ ബിൻ കരീം, 24, തിരൂർ. DGPക്ക് മുൻപിൽ PV അൻവർ MLA-ക്കെതിരെ ഗുരുതര പരാമർശങ്ങളുമായി ADGP MR അജിത് കുമാർ. PV അൻവറിന് പിന്നിൽ മാഫിയ സംഘങ്ങളുണ്ടെന്നാണ് MR അജിത് കുമാറിന്റെ മൊഴി. ADGPക്കെതിരെയുള്ള അന്വേഷണം പ്രഹസനമാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നാണ് MR അജിത് കുമാറിന്റെ മൊഴി. കുഴൽപ്പണ ഇടപാടുകാരും തീവ്രവാദ ബന്ധമുള്ളവരുമാണ് പിന്നിൽ. മലപ്പുറം ജില്ലയിൽ നടന്ന സ്വർണ്ണവേട്ടയും പ്രതികാരത്തിന് കാരണമായെന്ന് MR അജിത് കുമാർ ആരോപിച്ചു. തന്റെ സ്വത്തുക്കൾ സംബന്ധിച്ച എല്ലാ രേഖകളും നൽകാമെന്ന് MR അജിത് കുമാർ DGPയെ അറിയിച്ചു. CBI മാതൃകയിൽ ചോദ്യങ്ങൾ എഴുതി നൽകണം, ആരോപണങ്ങൾക്ക് മറുപടി രേഖാമൂലം നൽകാൻ അവസരമൊരുക്കണമെന്നും ആവശ്യം. മൊഴിയെടുപ്പിൽ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് ചോദ്യമുണ്ടായില്ല. അന്വേഷണം പ്രഹസനമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. അന്വേഷണം ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണം പ്രഹസനമാണ്. അന്വേഷകർ അവരെ അതേ സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് അവരുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ, അവരെ എല്ലാ ദിവസവും നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എതിരായിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എതിരായിട്ട് എന്ത് അന്വേഷണം നടക്കുന്നത്? ചോദ്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു കൊടുക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഈ അന്വേഷണം പ്രഹസനാണ്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. എന്ത് ചോദിക്കണമെന്ന് പോലും മുഖ്യമന്ത്രി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അതിലപ്പുറം കടക്കാൻ DGPക്ക് സ്വാതന്ത്ര്യമില്ല. UPയേക്കാൾ RSSന് സ്വാധീനം കേരളത്തിലാണ്. MR അജിത് കുമാർ നൽകിയ പരാതിയിലാണ് ഇന്നലെ DGP മൊഴിയെടുത്തത്. PV അൻവറിന്റെ പരാതിയിലെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ പിന്നാലെ നടക്കും. 24, തിരുവനന്തപുരം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് ജയിൽ മോചനം. അരവിന്ദ് കെജ്രിവാളിനെ സ്വീകരിക്കാൻ നൂറുകണക്കിന് ആം ആദ്മി പ്രവർത്തകരാണ് തിഹാർ ജയിലിന് മുന്നിൽ എത്തിയത്. ഉപാധികളോടെയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ സെക്രട്ടേറിയറ്റിലോ പ്രവേശിക്കാൻ പാടില്ല, ഫയലുകളിൽ ഒപ്പിടരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗിക ചുമതലകൾ വഹിക്കാൻ കെജ്രിവാളിന് പരിമിതികളുണ്ടാകും. വിചാരണ ഉടൻ പൂർത്തിയാക്കാൻ സാധ്യതയില്ലെന്നും അതിനാൽ ജാമ്യം നൽകുന്നെന്നും കോടതി വ്യക്തമാക്കി. CBI അറസ്റ്റിൽ ബെഞ്ചിലെ 2 ജഡ്ജിമാർ ഭിന്നവിധിയാണ് പ്രസ്താവിച്ചത്. ജസ്റ്റിസ് സൂര്യകാന്ത് CBI നടപടിയെ അനുകൂലിച്ചപ്പോൾ ജസ്റ്റിസ് ഉജ്ജൽ ബുയാൻ അതിരൂക്ഷ വിമർശനമുയർത്തി. ജാമ്യം ലഭിച്ചതിനു പിന്നാലെ പുറത്തിറങ്ങിയ കെജ്രിവാളിനെ സ്വീകരിക്കാൻ ഭാര്യ സുനിത കെജ്രിവാളും നേതാക്കളും തിഹാർ ജയിലിന് പുറത്തെത്തി. കെജ്രിവാളിനെ പ്രവർത്തകർ ആഘോഷത്തോടെ സ്വീകരിച്ചു. തന്റെ ധൈര്യവും കരുത്തും 100 മടങ്ങ് കൂടിയെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തകരോട് പറഞ്ഞു. और ये जितनी राष्ट्र विरोधी ताकतें हैं जो देश के विकास को रोक रही हैं, जो देश को बांटने का काम कर रही हैं, जो देश को अंदर से कमजोर करने का काम कर रही हैं, जिंदगी भर में इनके खिलाफ लड़ा हूं, आगे भी ऐसे ही लड़ता रहूंगा. ED കേസിൽ അരവിന്ദ് കെജ്രിവാളിന് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പശ്ചാത്തലത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം അണികൾക്ക് ആവേശം പകരുന്നതാണ്. 24, ഡൽഹി. അന്തരിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് വിട നൽകി ജവഹർലാൽ നെഹ്റു സർവകലാശാല. 3 വട്ടം JNU വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റായിരുന്ന സീതാറാം യെച്ചൂരിക്ക് ലാൽ സലാം ചൊല്ലി ക്യാമ്പസ് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കം 100 കണക്കിന് ആളുകളാണ് പ്രിയ സഖാവിന് അവസാനമായി കാണാൻ ക്യാമ്പസിലെത്തിയത്. വിപ്ലവയാത്രയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം സീതാറാം യെച്ചൂരിക്ക് JNU എന്നൊരു ഏട് ഒഴിവാക്കാൻ കഴിയാത്തതാണ്. ഒരിക്കൽ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം മുഴക്കിയ സഖാവിന് JNU ഇല്ലാതെ എങ്ങനെ യാത്ര പൂർത്തീകരിക്കാനാകും? ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സഖാക്കളും ഇന്ന് ചേർന്ന് വിളിച്ച മുദ്രാവാക്യം സീതാറാമിന് അന്ത്യാഭിവാദ്യമായി. JNU വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിൽ അരമണിക്കൂറിലേറെ സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. പ്രിയ സഖാവിനെ അവസാനമായി ഒന്ന് കാണാൻ നിരവധി പേരാണ് ക്യാമ്പസിലേക്കെത്തിയത്. JNUവിലെ വിദ്യാഭ്യാസത്തിന് ശേഷവും ക്യാമ്പസ് സീതാറാം യെച്ചൂരിയുടെ പ്രിയപ്പെട്ട ഇടമായിരുന്നു. യൂണിയൻ തെരഞ്ഞെടുപ്പ് വേളകളിലും SFI സഖാക്കളെ കാണാനും ക്യാമ്പസിലെത്തുന്ന സീതാറാം യെച്ചൂരി ഇനി ഓർമ്മകളിൽ മാത്രം.
അടിയന്തരാവസ്ഥ കാലത്ത് JNUവിനെ നയിച്ചിരുന്നത് സീതാറാം യെച്ചൂരിയായിരുന്നു. പിന്നീട് ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചത് JNUവിലെ ഈ യൂണിയൻ ഓഫീസിൽ നിന്നാണ്. ആ അനുഭവങ്ങളെല്ലാം പിന്നീട് യെച്ചൂരി എന്ന നേതാവിനെ പരുവപ്പെടുത്തുന്നതിൽ നിർണായകമായി. JNUവിൽ നിന്ന് വിനീത VG 24. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പകൾ സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് എഴുതിത്തള്ളി. സർക്കാർ അനുമതി ലഭിച്ചാൽ നടപടിക്രമങ്ങൾ 1 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് CK ഷാജി മോഹൻ 24നോട് പറഞ്ഞു. 52 പേരുടെ 64 വായ്പകളാണ് എഴുതിത്തള്ളുക. ഉരുൾപൊട്ടൽ നാശം വിതച്ച മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ 52 പേരുടെ 64 വായ്പകളാണ് എഴുതിത്തള്ളുക. 1,05,66,128 രൂപയാണ് എഴുതിത്തള്ളുന്നത്. 42 കാർഷിക വായ്പകളും 21 റൂറൽ ഹൌസിംഗ് വായ്പകളും 1 കാർഷികേതര വായ്പയും ഇതിലുൾപ്പെടും. വൈത്തിരി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ നിന്നെടുത്തിട്ടുള്ള വായ്പകളാണ് എഴുതിത്തള്ളുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈടായി നൽകിയ പ്രമാണങ്ങൾ വായ്പക്കാർക്ക് 1 മാസത്തിനകം തിരികെ നൽകും. തീരുമാനത്തിന് സർക്കാരിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. കാർഷിക വായ്പയും വീട് വയ്ക്കാനുള്ള വായ്പയും കാർഷിക ഇതര വായ്പ ഉൾപ്പെടെ മുഴുവൻ വായ്പകളും ആ മുണ്ടക്കയും ചൂരൽമലയും ഉൾപ്പെടെയുള്ള പ്രദേശത്ത്, അതായത് അഫക്റ്റഡ് ഏരിയയിലുള്ള മുഴുവൻ വായ്പയും എഴുത്തള്ളാനാണ് ഭരണസമിതി തീരുമാനിച്ചത്. ബാങ്ക് ജീവനക്കാരിൽ നിന്ന് 1 ദിവസത്തെ വേതനം സമാഹരിച്ച് ബാങ്ക് അംഗങ്ങളായ ദുരന്തബാധിതർക്ക് സഹായധനമായി നൽകാനും തീരുമാനം. അതേസമയം 50 ലക്ഷം രൂപ ബാങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. അട്ടപ്പാടിയിൽ 1 ദിവസം പ്രായമുള്ള കുഞ്ഞ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി ബന്ധുക്കൾ. കോട്ടത്തറ ആശുപത്രിയിൽ മതിയായ ചികിത്സ കിട്ടിയില്ല എന്നാരോപിച്ചാണ് കുഞ്ഞിന്റെ മൃതദേഹവുമായി ബന്ധുക്കൾ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചത്. ആശുപത്രി അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. മേലെമുള്ളിയൂരിലെ ശാന്തി മരുതിന്റെ 1 ദിവസം പ്രായമായ പെൺകുഞ്ഞാണ് കോയമ്പത്തൂരിൽ വെച്ച് മരിച്ചത്. ഇന്നലെ കോട്ടത്തറ ട്രൈബൽ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് കുഞ്ഞിനെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കുകയായിരുന്നു. ശ്വാസമെടുക്കാൻ കഴിയാതിരുന്ന കുഞ്ഞിനെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായാണ് കോയമ്പത്തൂരിലേക്ക് മാറ്റിയത്. ആദ്യം പ്രവേശിപ്പിച്ച കോട്ടത്തറയിൽ നിന്ന് മതിയായ ചികിത്സ കിട്ടിയില്ലെന്നും സ്കാനിങ്ങിലടക്കം ഒന്നും കണ്ടെത്തിയില്ലെന്നും ആരോപിച്ചാണ് ബന്ധുക്കൾ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചത്. ആശുപത്രി അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പിന്നീട് പ്രതിഷേധം അവസാനിപ്പിച്ചു. 24 പാലക്കാട്. കാസർഗോഡ് നീലേശ്വരം രാജാസ് ഹൈസ്കൂളിലെ അധ്യാപികയ്ക്ക് സ്കൂൾ വരാന്തയിൽ പാമ്പുകടിയേറ്റു. നീലേശ്വരം സ്വദേശി വിദ്യയ്ക്കാണ് പാമ്പുകടിയേറ്റത്. അധ്യാപിക കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. രാജാസ് ഹൈസ്കൂളിൽ ഇന്ന് രാവിലെ 10 മണിയോടെയാണ് സംഭവം. 8B ക്ലാസ്സിലേക്ക് പോകുന്നതിനിടെയാണ് അധ്യാപികയായ വിദ്യയ്ക്ക് വരാന്തയിൽ നിന്ന് പാമ്പുകടിയേറ്റത്. ഇവരെ ഉടൻ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പോയ സമയത്ത് വരാന്തയിൽ നടക്കുന്ന ആ സമയത്താണ് കടിച്ചത്. കുട്ടികളെല്ലാം ഒന്നിച്ചുണ്ടായിരുന്നു, എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അപ്പം തന്നെ അതിനെ കൊന്ന് പിന്നെ കൂടെ ഉണ്ടായിരുന്ന അധ്യാപകർ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതാണ്. ഡോക്ടർ പറഞ്ഞു വിഷമില്ലാത്ത പാമ്പാന്ന്, പേടിക്കാനില്ല. പാമ്പിന് വിഷമില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാമ്പിനെ അധ്യാപിക തന്നെ അടിച്ചുകൊന്നു. സ്കൂളിൽ പാമ്പ് വരാനുള്ള സാധ്യതയില്ലെന്നും സമീപത്തെ റെയിൽവേ ട്രാക്കിൽ നിന്ന് കയറിയതാവാമെന്നുമാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ വിശദീകരണം. നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന വിദ്യ നാളെ ആശുപത്രി വിടും. 24 കാസർഗോഡ്. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.